ഹായ് ഓൾ. ഡോക്ടർ ആവുക എന്നുള്ളതൊക്കെ ഒരുപാട് ആളുകളുടെ ആഗ്രഹമാണ് അല്ലേ? പക്ഷേ എന്തറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഡോക്ടർ ആവണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത്? ചില ആളുകളെങ്കിലും ഈ സിനിമകളിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലൊക്കെ ഡോക്ടേഴ്സിന്റെ ജീവിതം എന്ന് പറഞ്ഞിട്ട് വലിയൊരു കാറിൽ ഒരു കോട്ട് ഇട്ടുകൊണ്ട് അല്ലേ, അങ്ങനെ ഒരു ഭയങ്കരമായ ഒരു ലൈഫ് സ്റ്റൈലാണ്, ഭയങ്കര പൈസയാണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത് മാത്രം അറിഞ്ഞുകൊണ്ട് ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ഡോക്ടറുടേത് നമ്മൾ ഈ കാണുന്നത് പോലെയുള്ളൊരു ജീവിതം ആയിക്കൊള്ളണമെന്നില്ല. ഒരു ഡോക്ടറുടെ ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു ദിവസം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അത് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഡോക്ടേഴ്സിന്റെ റോൾ എന്താണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഡോക്ടേഴ്സിന് അവരുടെ പ്രൈമറി റോൾ എന്ന് പറയുന്നത് മെഡിക്കൽ കെയർ കൊടുക്കുക, അതുപോലെ തന്നെ പേഷ്യൻസിന്റെ വെൽബീയിങ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അവരുടെ ജോബിന്റെ പ്രൈമറി റോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവരുടെ ജീവിതവും അതേപോലെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ തന്നെ വിവിധ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ വിവിധ ഏരിയാസ് ഉണ്ട് അല്ലേ, സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്, അങ്ങനെ പല രൂപത്തിലുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ ലൈഫ് സ്റ്റൈലും മാറും. ഫോർ എക്സാമ്പിൾ ഒരു ഗൈനക്കോളജിസ്റ്റ്, അങ്ങനെയുള്ള ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ പോലെ ആയിരിക്കൂല ഒരു കമ്മ്യൂണിറ്റി മെഡിസിൻ ചെയ്യുന്ന ഒരു ഡോക്ടറിൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞാൽ അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും ഒരു പ്രസവത്തിൻ്റെ ഒരു അർജൻസി വരാം, ഏത് സമയത്ത് വേണമെങ്കിലും, അത് നട്ടപ്പാതിരക്കാണെങ്കിൽ പോലും അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി, ആ ഡോക്ടേഴ്സിന് പുറത്ത് അവൈലബിൾ ആയിരിക്കേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും. എന്നാൽ കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു ക്ലിനിക്കിൽ കോട്ടും സ്യൂട്ട് അല്ലെങ്കിൽ കോട്ടിട്ടിരുന്നു കൊണ്ട് മരുന്ന് എഴുതി കൊടുക്കുന്ന ഡോക്ടേഴ്സിനെ മാത്രമേ കാണുള്ളൂ അല്ലേ. കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന അത്തരത്തിലുള്ള ഡോക്ടേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. റേഡിയോളജി സ്പെഷ്യലൈസ് ചെയ്ത ആളുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഡെന്റൽ, ഇപ്പം ഞാൻ ഡെന്റൽ ഡോക്ടറാണ്, അപ്പോൾ അതിന് വേറെ തന്നെ രൂപമായിരിക്കും. അതൊരു പക്ഷേ നേരത്തെ പറഞ്ഞ ഗൈനക്കോളജിസ്റ്റിൻ്റെ അത്ര പോലെ അല്ലെങ്കിൽ ഒരു ജനറൽ മെഡിസിൻ ഡോക്ടറിൻ്റെ അത്ര രൂപത്തിലായിരിക്കില്ല ഒരു ഡെന്റൽ ഡോക്ടറുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഒരു പക്ഷേ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൈലബിൾ ആകുന്ന രൂപത്തിലൊക്കെ മതിയാവും. എന്നാൽ അതിൽ തന്നെ ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി ആണെങ്കിൽ അത് വേറെ രൂപത്തിൽ കുറച്ച് സർജറീസ് ഒക്കെ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ആ രൂപത്തിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകും, കാഷ്വാലിറ്റിയിൽ ഇരിക്കേണ്ടി വരും, അങ്ങനെയുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് സ്പെഷ്യാലിറ്റീസിൽ പല രൂപത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകും. എങ്കിലും ഒരു പൊതുവായി ഒരു ഡോക്ടറിൻ്റെ ഒരു ജീവിതം എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഒരു ദിവസം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു ദിവസത്തിൻ്റെ തുടക്കം എന്ന് പറയുമ്പോൾ രാവിലെയാണല്ലോ. രാവിലെ ഒരു ഡോക്ടർ തുടങ്ങുന്നത് തന്നെ ഒരു പക്ഷേ ആ ദിവസത്തേക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടായിരിക്കും. എല്ലാവരും ആ രൂപത്തിൽ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസത്തെ അല്ലെങ്കിൽ ഇന്ന് വരാനിരിക്കുന്ന പേഷ്യൻസിൻ്റെ റെക്കോർഡ്സ് റിവ്യൂ ചെയ്യാനുണ്ടാവും. ഇത് വെറുതെ പോയിട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക, എന്തെങ്കിലും മരുന്ന് എഴുതുക എന്നുള്ളതല്ലോ. കൃത്യമായ അവരുടെ ഹിസ്റ്ററിയും റെക്കോർഡ്സും നമ്മുടെ കയ്യിലുണ്ടാവും. അത് റിവ്യൂ ചെയ്യുക, അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരു ദിവസം രാവിലെ ഒരു ഡോക്ടർ ചെയ്യേണ്ടതായി വരും. അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ്സ് ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഈ ഡെന്റിസ്ട്രി, അതുപോലെ തന്നെ നമ്മുടെ ഒഫ്താൽമോളജി, ആ രൂപത്തിലുള്ള ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഈ അപ്പോയിൻമെൻറ്റ്സ് എന്ന് പറയുന്നത്. കാരണം അവരുടെ ഷെഡ്യൂൾ തന്നെ ഈ പേഷ്യൻസിന് കൊടുത്തിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സിനനുസരിച്ചായിരിക്കും. 12 മണിക്ക് ഒരു പേഷ്യൻസിനോട് വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ആ ഡോക്ടർ അവിടെ അവൈലബിൾ ആയിരിക്കണം. ആ സമയത്ത് വേറെ അപ്പോയിൻമെൻറ്റ് കൊടുക്കാൻ പറ്റില്ല. ആ സമയത്ത് ആ പേഷ്യൻറ്റിനെ തന്നെ നോക്കണം അല്ലേ. 12:30 വേറൊരു അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ 12:30 ആകുമ്പോഴേക്ക് ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ പാടും. അതുകൊണ്ട് ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഈ അപ്പോയിൻമെന്റുകൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതും ആ അപ്പോയിൻമെന്റ്സിനനുസരിച്ച് ഒരുങ്ങുക എന്നുള്ളതും പലതരത്തിലുള്ള ട്രീറ്റ്മെന്റിന് പല പ്രീ റിക്വസിറ്റ്സ് വേണ്ടി വരും അല്ലെ. ആ നിലക്കുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യേണ്ടി വരിക എന്നുള്ളത് ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ നിലക്ക് രാവിലെ ഒന്ന് പ്ലാൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ ചോദിച്ചാൽ, ഒരു ഡോക്ടർ ആകുമ്പോൾ ജസ്റ്റ് ഒരു സമയത്തിന് ക്ലിനിക്കിലെത്തുക, എന്നിട്ട് സമയത്തിന് പോവുക എന്നുള്ളത് മാത്രമല്ല, അതിനപ്പുറത്തും ഒരുപാട് പ്ലാനിങ് ആവശ്യമാണ്, ഒരുപാട് ഓർഗനൈസേഷൻ. അതുകൊണ്ട് സ്റ്റേയിങ് ഓർഗനൈസ്ഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് പ്രൊഫഷൻ. ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഓർഗനൈസ്ഡ് ആയി പോവുക, അതുപോലെ തന്നെ റെസ്പോൺസിബിൾ ആയിരിക്കുക. ഒരു പേഷ്യൻ്റ് ഒരു അപ്പോയിൻമെൻറ്റ് കൊടുത്തു, എന്നിട്ട് ഡോക്ടറെ വിളിച്ച് നോക്കുമ്പോൾ ഡോക്ടർ മണാലി ട്രിപ്പ് പോയി എന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ. അപ്പോൾ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു പേഷ്യൻറ്റിന് അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായി ഒരു കാര്യം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരു 2 ആഴ്ചക്കുള്ളിൽ റിവ്യൂ ചെയ്യണം, പേഷ്യൻറ്റിനെ റിവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഡോക്ടർ അവൈലബിൾ ആയിരിക്കണം. അല്ലെങ്കിൽ ആ പേഷ്യൻറ്റ് അതിൻ്റേതായ ഹെൽത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആ രൂപത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഡോക്ടേഴ്സ് റെസ്പോൺസിബിൾ അല്ലെങ്കിൽ ഉണ്ടാവും. അപ്പോൾ അത് വളരെ കൃത്യമായി കൊണ്ട് ചെയ്യുക എന്നുള്ളത് ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ്. അപ്പോൾ സ്റ്റേയിങ് ഓർഗനൈസ്ഡ്, അതുപോലെ തന്നെ റെസ്പോൺസിബിൾ.
ഈ രണ്ട് കാര്യങ്ങൾ, അത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്രൊഫഷനിലേക്ക് ഇറങ്ങാൻ പാടില്ല. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പ്രൊഫഷനിൽ ഈ കാര്യം എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം പ്രിപ്പയർ ഫോർ എനി എമർജൻസീസ്. ഏത് സമയത്തും ഒരു എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഏത് രൂപത്തിലാണ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ പ്രധാനമായും മനസ്സിലാക്കുന്ന ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഡീൽ ചെയ്യുന്ന മനുഷ്യന്മാരെയാണ്, അല്ലേ? ഓരോ ജീവിതങ്ങളാണ്. നമ്മുടെ പ്രൊഫസേഴ്സൊക്കെ നമ്മളോട് പറയാറുണ്ട്, നിങ്ങൾ ഓരോ കേസസ് നല്ല മുമ്പിൽ വരുന്ന ആളുകളോട് പറയേണ്ടത്, അല്ലെങ്കിൽ ഓരോ പേഷ്യൻസ് നല്ല മുൻപിൽ വരുന്ന ആളുകളെ വിളിക്കേണ്ടത്, മറിച്ച് ഓരോ ജീവിതങ്ങളാണ്, ഓരോ മനുഷ്യന്മാരാണ് അവർ, അല്ലേ? അപ്പോൾ അവരെ ആ നിലക്ക് കൈകാര്യം ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിക്കൊണ്ട് പേഷ്യൻ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എമർജൻസി മാനേജ്മെൻറ്റ് എന്ന് പറയും. പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചേക്കാം, പെട്ടെന്ന് ബോധം കെട്ടേക്കാം. അത് നമ്മളുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കില്ല. നമ്മളൊരു പക്ഷേ ഒരു ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റിന് ഒരുങ്ങായിരിക്കും, അപ്പോഴേക്കും പേഷ്യൻ്റ് ഉണ്ടാവുക, ഫെയിൻറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ ഒരു പക്ഷേ ഡയബറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹൈപ്പർ ടെൻഷൻ ആയിരിക്കാം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. അപ്പോൾ അതിന് നമ്മൾക്ക് ഞാൻ ഡെൻ്റൽ ഡോക്ടറാണ്, അല്ലെങ്കിൽ ഞാൻ ഗൈനക്കോളജിസ്റ്റ് ആണ്, അതുകൊണ്ട് ഞാനിത് നോക്കൂല എന്ന് പറയാൻ പറ്റില്ല. അവിടെ നമ്മൾ അത് മാനേജ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു നോളജ് എല്ലാത്തിനെ പറ്റി ഉണ്ടാവുക എന്നുള്ളതും എമർജൻസി സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയ ഉണ്ടാവുക. ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് എല്ലാ ഡോക്ടേഴ്സും, ഏത് സ്പെഷ്യലൈസേഷനിലുള്ള ഡോക്ടേഴ്സിനും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എമർജൻസീസ് ഉണ്ടാവുക. അപ്പോൾ എമർജൻസീസ് മാനേജ് ചെയ്യാൻ അറിവുണ്ടായത് കൊണ്ട് മാത്രം പാടില്ല, അതുകൊണ്ട് അത്ര കാര്യമില്ലല്ലോ. അത് കൃത്യമായി കൊണ്ട് തന്നെ ആ സമയത്ത് പതറിപ്പോയാലോ, ഒരു ഡോക്ടർ ആകെ ഞെട്ടിപ്പോയി, ഒരു പേഷ്യൻ്റ് പെട്ടെന്ന് ബോധം കെട്ടുപോകുന്നു, അല്ലെങ്കിൽ എപ്പിലെപ്റ്റിക് ആകുന്നു, ഡോക്ടർ ആകെ ഇടങ്ങാറായാൽ, അല്ലെങ്കിൽ ഡോക്ടർ ബോധം കെട്ടുപോയാൽ എന്തുണ്ടാകും? അങ്ങനെ ആവാൻ പാടില്ല. അപ്പോൾ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രതീക്ഷിക്കുകയും വേണം. അത് അങ്ങനെ ഒരു എമർജൻസി വന്നാൽ അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കരുത്ത്, നമ്മുടെ മനസ്സിന് കരുത്തുണ്ടാവുക എന്നുള്ളതും ആവശ്യമാണ്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു, പേഷ്യൻ്റ് ഇൻട്രാക്ഷൻ എന്ന് പറയും. ഓരോ ജീവിതങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക്. ഓരോ പേഷ്യൻ്റ് വരുമ്പോഴും അത് ആ പേഷ്യൻ്റെ അടുത്ത് എത്ര പൈസ കിട്ടും, അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിന് എന്ത് മരുന്ന് കൊടുക്കും, അതിനൊക്കെ അപ്പുറത്ത് ആ പേഷ്യൻ്റ് ഒരു മനുഷ്യനാണ്, അല്ലേ? അയാൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് അത് പരിഹരിക്കാനുള്ള ഒരു പ്രതീക്ഷ ആയിക്കൊണ്ടാണ് അദ്ദേഹം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട. അവിടെ എംപതി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. ഈ പ്രൊഫഷനിൽ എംപതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. നമ്മളെ പ്രതീക്ഷിച്ച് നമ്മളെ വിശ്വസിച്ചുകൊണ്ടാണ് ഓരോ പേഷ്യൻറ്റും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. അതിന് ആ നിലക്ക് തന്നെ കൈകാര്യം ചെയ്യണം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്. പല ആൾക്കാരും ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും, ഇങ്ങോട്ട് കേൾക്കാൻ മനസ്സില്ലാത്ത ആൾ. ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അങ്ങനെ ആകാൻ പറ്റില്ല. പേഷ്യൻറ്റിൽ നിന്ന് നിരന്തരം കേട്ടുകൊണ്ടേയിരിക്കുക, ആക്റ്റീവ് ലിസണിങ് നടത്തിക്കൊണ്ടേയിരിക്കുക, അങ്ങനെ ഒരുപാട് ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻറ്റ്. അതിൽപ്പെട്ടതാണ് ഈ ഹിസ്റ്ററി എടുക്കുക എന്നുള്ളത്. ഒരു പേഷ്യൻ്റ് വരികയാണ്, എനിക്ക് തലവേദന പല രൂപത്തിൽ വരാം. അപ്പോൾ അവിടെ വേണ്ടത് എന്താണ്, എന്തുകൊണ്ട് തലവേദനയിലേക്ക് എത്തി എന്നുള്ള ഹിസ്റ്ററി കൃത്യം. ചിലപ്പം പേഷ്യൻ്റെ അടുത്ത് നിന്ന് ഒറ്റയടിക്ക് കിട്ടിയെന്ന് വരില്ല, അത് ചോദിച്ച് മനസ്സിലാക്കി പേഷ്യൻ്റെ അടുത്ത് നിന്ന് അത് ഗ്യാദർ ചെയ്താൽ മാത്രമേ ഒരു ഡോക്ടർക്ക് കൃത്യമായി ഡയഗ്നോസ് ചെയ്യാനും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും സാധിക്കുള്ളൂ. അപ്പോൾ ലിസണിങ് എന്ന് പറയുന്നത് വലിയൊരു സ്കില്ലാണ്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സ്കില്ലാണ്, അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പേഷ്യൻസ് എന്ന് പറയുന്നത്. അതായത് ക്ഷമ. അത് ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ക്ഷമ എന്ന് പറയുന്നത് വളരെ പല തരത്തിലുള്ള ആളുകളായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. എല്ലാവരും ഡോക്ടറെ എന്ന് പറഞ്ഞ് ബഹുമാനിച്ച് ആദരിച്ചിട്ടൊന്നും ആയിരിക്കില്ല വരിക. ചില ആളുകൾ ഭയങ്കര ചൂടന്മാരായ ആളുകളുണ്ടാകും, ഒന്നും പറയാത്ത ആളുകളുണ്ടാകും, കാര്യങ്ങൾ പോലും വിശദീകരിക്കാത്ത ആളുകളുണ്ടാകും, വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ പല രൂപത്തിലുള്ള ആളുകൾ, അല്ലേ? എല്ലാവരും ഓരോരോ മനുഷ്യന്മാരാണ്, അല്ലേ? കോടിക്കണക്കിന് മനുഷ്യന്മാർ പല പെരുമാറ്റത്തിലുള്ളവരാണ്. അങ്ങനെയുള്ള ആളുകളെ കൃത്യമായി അത് ക്ഷമിച്ചുകൊണ്ട് അവരെ കേൾക്കുകയും അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുക എന്നുള്ളത് ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഏത് സമയത്ത് വേണമെങ്കിലും വിളി വരാം. അപ്പോൾ അവിടെയൊക്കെ എനിക്ക് കഴിയൂല, എൻ്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാൻ പറ്റില്ല. അവിടെയൊക്കെ നമ്മൾ ക്ഷമിച്ചുകൊണ്ട് ആ ഒരു ഡ്യൂട്ടിയിലേക്ക് പോകേണ്ടതായി വരും. എൻ്റെ ഒരു അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഓൺ കോൾ ഡ്യൂട്ടിയിലുണ്ടാകും. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ അവിടെ തന്നെ ഇരിക്കേണ്ടതില്ല, ചില സമയങ്ങളിൽ രാത്രി അവിടെ ഇരിക്കേണ്ടി വരും, നൈറ്റ് ഡ്യൂട്ടികൾ ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ അവിടെ തന്നെ ഉണ്ടാവും. അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ഓൺ കോൾ എടുക്കും. എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ റൂമിലായിരിക്കും, പക്ഷേ പേഷ്യൻ്റ് വന്നാൽ നമുക്ക് കോൾ വന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പോയി പേഷ്യൻറ്റിനെ നോക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഒരു ഡ്യൂട്ടി എടുക്കുന്ന ഒരു ദിവസം രാത്രി 12:30 1 മണിക്കോ അങ്ങനെ എനിക്ക് കോൾ വരുന്നത്, ഒരു പേഷ്യൻറ്റ് വന്നിട്ടുണ്ട്. സ്വാഭാവികമായി ആ ഒരു സമയത്ത് വരുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റ് കേസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വളരെ എമർജൻസി കേസസ് ആയിരിക്കാം ഒരുപക്ഷെ വരാൻ സാധ്യത. ആ നിലക്ക് നമ്മൾ എന്ത് ചെയ്യൂ, പെട്ടെന്ന് റഷ് ചെയ്ത് പേഷ്യൻസിൻ്റെ അടുത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റിയിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ കാത്തിരിക്കുന്ന പേഷ്യൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പല്ലുവേദനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. അപ്പോൾ രാത്രി 12:30 1 മണിക്കും ഇങ്ങനൊരു കേസ് വന്നാൽ ആ
നിങ്ങളെന്താണ് ഈ സമയത്താണ് ഇത് വരുന്നത്, ഈ സമയത്താണ് ഇത് പറയേണ്ട സമയം, രാവിലെ വന്നാൽ പോരെ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും. അവിടെ അവർക്കത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടും അവർക്കത് ഇപ്പോൾ ട്രീറ്റ് ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ടാണ് രാത്രി 12:30ക്കും 1 മണിക്കും അവരത് വന്നിട്ടുള്ളത്. അപ്പം നമ്മളതിനെ വളരെ സൗമ്യമായി തന്നെ അതിനെ ക്ഷമിച്ചുകൊണ്ട് സൗമ്യമായി അതിനെ ട്രീറ്റ് ചെയ്യുകയും അവർക്കുള്ള മരുന്നുകൾ കൊടുക്കുകയും മറ്റു കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേഷ്യൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഇനി നിങ്ങളൊരു ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വപ്നം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ 2 കാര്യത്തിൻ്റെ വിഷയത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ എന്നുള്ളത് ആലോചിക്കണം. ഒന്നാമത്തത് അത് ഉറക്കമാണ്, സ്ലീപ്പാണ്. രണ്ടാമത്തത് ഫുഡാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാവരും കൃത്യസമയത്ത് ഉറങ്ങി കൃത്യസമയത്ത് എഴുന്നേറ്റ് അതുപോലെ തന്നെ ഫുഡൊക്കെ 3 നേരം അല്ലെങ്കിൽ 4 നേരം കൃത്യമായി കഴിച്ച് അങ്ങനെയൊക്കെ പോകുന്നവരായിരിക്കും. പക്ഷേ ഒരു ഡോക്ടറുടെ ജീവിതത്തിൽ പലപ്പോഴും അത് സാധ്യമാവില്ല. ഒരു വാർഡ് ഡ്യൂട്ടി വന്നു അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി വന്നു, അവിടെ ഒരു പക്ഷേ നമുക്ക് ഒരു ദിവസം ചിലപ്പോൾ ഉറങ്ങാൻ തന്നെ പറ്റില്ല. ചിലപ്പോൾ കണ്ടിന്യൂസ് ഹവേഴ്സ് ഓഫ് വർക്ക് ഉണ്ടാവും, ഡ്യൂട്ടി ഉണ്ടാവും. ആ സമയത്ത് ഒരു പക്ഷേ ഉറക്കം നമുക്ക് ഒരു ദിവസം ഉറങ്ങാതെ തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഉറങ്ങാതെ ശരിയാവില്ല എന്നുള്ള ഒരു തീരുമാനമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കടുംപിടുത്തോ പിടിച്ചാൽ നമുക്ക് നമ്മുടെ ഡ്യൂട്ടിയുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഉറക്ക് പല സമയത്തും ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉറക്ക് എന്ന് പറയുന്നത് പലപ്പോഴും സ്റ്റഡീസൊക്കെ ഉണ്ടാകുമ്പോൾ തീരെ സാധിക്കാത്തൊരു കാര്യം കൂടിയാണ് ഉറക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫുഡ്, അപ്പോൾ സമയത്തിന് ഫുഡ് കഴിക്കുക എന്നുള്ളത് പലപ്പോഴും ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായി അത് സ്കിപ്പ് അടിക്കേണ്ടുന്ന ഒരു അവസ്ഥയൊക്കെ ഡോക്ടേഴ്സ് പൊതുവേ പറയുന്നതാണ് ഫുഡ് കൃത്യമായി കഴിക്കണം എന്നുള്ളത്. പക്ഷേ ഡോക്ടേഴ്സിൻ്റെ ബിസി ഷെഡ്യൂൾ കൊണ്ട് അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ട് പലപ്പോഴും അവർക്കത് കഴിയാറില്ല എന്നുള്ളത്. വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോലി കൂടിയാണ്, അൺടൈം ആയിട്ടുള്ള ജോലിയാണ് ഡോക്ടേഴ്സിൻ്റെ അടുത്ത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഒരു ഡോക്ടറിൻ്റെ ഒരു ജീവിതം എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അതിനൊക്കെ പുറത്ത് ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാകേണ്ട ഒരു കാര്യമാണ് കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് പറയുന്നത്. നിരന്തരം പഠിച്ചുകൊണ്ടേയിരിക്കും. കാരണം എന്താ, ഓരോ ദിവസവും പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, പുതിയ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. രോഗങ്ങളെപ്പറ്റി നമ്മൾ ഇതുവരെ വിചാരിച്ച കാര്യമായിരിക്കില്ല പുതിയത്. അപ്പം നിരന്തരം സയൻസ് ജേണലുകൾ വായിക്കുകയും മെഡിക്കൽ ജേണലുകൾ വായിക്കുകയും പുതിയ ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്തുകൊണ്ടേയിരിക്കുക. അതെന്ന് വെച്ചാൽ ഡോക്ടർ ആകുക എന്ന് പറഞ്ഞാൽ ഒരു 5.5 കൊല്ലം പഠിച്ച് അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഒരു 3 കൊല്ലം കൂടി പഠിച്ച് അവിടെ അവസാനിക്കുന്നില്ല. അതിനും അപ്പുറത്തേക്ക് അവരുടെ പഠനം അവസാനം വരെ, ജീവിതത്തിൻ്റെ അവസാനം വരെ, അവർ എത്ര കാലം ഡോക്ടേഴ്സായി നിലകൊള്ളുന്നുവോ അത്രയും കാലം അവർ പഠിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതിനൊക്കെ പറ്റുന്ന അല്ലെങ്കിൽ അതിനൊരു മനസ്സുള്ള ആളുകളായിരിക്കണം ഈ ഒരു പ്രൊഫഷനിലേക്ക് വരേണ്ടത് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഒരു ഡോക്ടറുടെ ഒരു ദിവസം എന്ന് പറയുന്നത് അത് രാവിലെ പേഷ്യൻ്റ് റെക്കോർഡ് റിവ്യൂ ചെയ്യുന്നത് തൊട്ട് രാത്രി നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നത് വരെ, അത് തന്നെ എമർജൻസി കേസസ് എടുക്കുന്നത് വരെ ഒരു അൺടൈം ആയിട്ടുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് രീതിയായിരിക്കും അല്ലെങ്കിൽ വർക്ക് സ്റ്റൈലായിരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ളൊരു വർക്ക് ഇഷ്ടപ്പെടുന്ന, അത് ജനങ്ങളെ സേവിക്കലാണ്, ജനങ്ങൾക്ക് നന്മ ചെയ്യലാണ് എന്ന ഒരു ഉദ്ദേശം കൂടി അതിൽ ഉണ്ടാവുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ ഒരു പ്രൊഫഷനിലേക്ക് എത്താൻ. അല്ലാതെ വളരെ ഫ്ലെക്സിബിളായ ഒരു ജോലിയോ മറ്റു കാര്യങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പലപ്പോഴും പല സ്പെഷ്യാലിറ്റീസും നിങ്ങൾക്ക് തീരെ യോജിക്കുന്നതായിരിക്കില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള ഒരു പ്രൊഫഷനാണ് എനിക്ക് ആവശ്യം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ഡോക്ടർ ആവേണ്ട ആളാണ്. അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ വളരെ നേരത്തെ തന്നെ തുടങ്ങേണ്ടതുണ്ട്. അതല്ല ഇങ്ങനെയൊന്നും എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഞാൻ സ്വപ്നം കാണുന്ന ജീവിതം ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഈ ഒരു പ്രൊഫഷനെ കുറിച്ച് അന്വേഷിക്കുകയും അറിയുകയും ഈ പ്രൊഫഷനിലുള്ള ആളുകളോട് സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കണം നിങ്ങളൊരു ഡിസിഷൻ എടുക്കേണ്ടത് എന്നുള്ളതാണ് ചുരുക്കി പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.